നമസ്തേ, ഞാൻ ശിവറാം ബാബുമാർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് മീനൻ രാശിയിൽ ജനിച്ച ആൾക്കാരുടെ മെയ് 15 തൊട്ട് ജൂൺ 14 വരെയുള്ള കാലഘട്ടത്തിൽ എന്തെല്ലാം വ്യതിയാനങ്ങളും പ്രശ്നങ്ങളും വരും എന്നുള്ളതിനെ പറ്റിയാണ് ഒരു അവലോകനം. കൂടാതെ ആ മാസത്തിലെ നല്ല മുഹൂർത്തങ്ങൾ, കടം വിടാനുള്ള മുഹൂർത്തങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. മീനം രാശിയിൽ എന്തൊക്കെ വരും നമുക്കറിയാം. പൂരുട്ടാതിയുടെ കാൽഭാഗം വരും, ഉത്രട്ടാതി വരും, രേവതി വരും. ഈ 3 നക്ഷത്രങ്ങളാണ് അതിനകത്ത് വരുന്ന നക്ഷത്രങ്ങൾ. നമ്മൾ ഇതിൻ്റെയൊക്കെ ബേസിസ് നിങ്ങൾക്കറിയാം. സൂര്യൻ്റെ മൂവ്മെൻറ്റിൻ്റെ ബേസിസിലാണ് മാസഫലങ്ങൾ പറയുന്നത്. സൂര്യൻ മാത്രമല്ല നമ്മൾ എടുക്കുന്നത്, ചൊവ്വയെടുക്കും, ശുക്രനെടുക്കും, ബുധൻ്റെ എല്ലാവരുടെയും മൂവ്മെൻറ്റ്സും നമുക്ക് നോക്കും. വ്യാഴവും ശനി സ്റ്റേഷനറി ആയിട്ട് അവിടെ കുറേ കാലം നിൽക്കുന്നതാണ്. അപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ മീനൻ രാശിയിൽ ജനിച്ചവർക്ക് ഈ വർഷം അനുകൂലമായൊരു വർഷമല്ല പൊതുവേ. പക്ഷേ ഈ മാസം, ഈ പറഞ്ഞ കാലയളവ്, ഇടവ മാസം, മെയ് 15 തൊട്ട് ജൂൺ 14 വരെയുള്ള സമയം തിരിച്ചിട്ട് ഒരു മുതലെടുക്കേണ്ട ഒരു മാസമാണ്. നല്ല മാസമാണ് അവർക്ക് ആ ഒരു സമയത്തോളം വരുന്നത്. സൂര്യൻ 3-ലേക്കാണ് പോകുന്നത്. സൂര്യൻ 3-ലേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ വളരെ അനുകൂലമായ, പ്രൊഫഷണലി വളരെ അനുകൂലമായൊരു സമയമായിരിക്കും അത്. ഞാനും പറയും ഫൈനാൻഷ്യലി അല്ല, പ്രൊഫഷണലി, തൊഴിൽ സംബന്ധമായി നല്ല അനുകൂലമായ വർഷമായിരിക്കും. റിസ്ക് എടുക്കാനൊക്കെ പറ്റും. ആർക്ക് ചെറിയ റിസ്ക്കെല്ലാം എടുത്ത് മുന്നേറാൻ പറ്റും. ആദ്യം തൊട്ട് തന്നെ, ഈ മാസത്തിൻ്റെ ആദ്യം തൊട്ട് തന്നെ പ്ലാൻ ചെയ്താൽ മതി. ഒരു ദോഷകരമായ സമയമല്ല. അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ ശരിക്കും മുതലെടുക്കുക. എങ്ങനെയാണ്, എന്തൊക്കെ രീതിയിലാണ് മുതലെടുക്കേണ്ടത്? കമ്മ്യൂണിക്കേഷൻസൊക്കെ സ്ട്രോങ് ആക്കുക. 3-ാം ഭാവത്ത് നിൽക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആക്കുക. വേണമെങ്കിൽ സഹായത്തിനായിട്ട് സഹോദരങ്ങളെയും കൂട്ടുകാരെയും സുഹൃത്തുക്കളെയൊക്കെ കൂട്ടാം. അവരൊക്കെ സഹായിക്കുന്നൊരു സമയമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. 6-ാം ഭാവത്തിൽ നിൽക്കുന്നവരുടെ രവിയാണ്. ശത്രുക്കളുടെ സഹായം പോലെ നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. നമ്മൾ ഫോളോ അപ്പ് ചെയ്താൽ എന്നാണ് 3-ൽ നിൽക്കുന്ന രവിയെ പറ്റി പറയുന്നത്. പ്രത്യേകിച്ച് 6-ാം ഭാവാധിപനാണ്. പിന്നെ 3-ലേക്ക് വരുന്നതിന് ശുക്രൻ വരുന്നുണ്ട്. അതും വളരെ വിശേഷമാണ്. ശുക്രൻ സ്വന്തം രാശിയിൽ വരികയാണ്. സ്വന്തം രാശി വരുമ്പോൾ ഫൈനാൻഷ്യലായിട്ടും മറ്റു കാര്യങ്ങൾക്കുമെല്ലാം നല്ല ഗുണകരമായൊരു സമയമാണ്. ഇപ്പോൾ ജൂൺ ഫസ്റ്റ് വീക്കിൽ പിന്നെ ചൊവ്വ അങ്ങോട്ട് 2-ലേക്ക് വരുന്നുണ്ട് സ്വന്തം രാശിയിൽ. അപ്പോൾ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് കുറച്ചുകൂടെയൊക്കെ അനുകൂലമായി മാറും. ഇതൊക്കെ ജനറലായിട്ട് പറയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ ഓഹരി കോണി ഉള്ള ആൾക്കാർ അവർക്കെല്ലാം വളരെ അനുകൂലമാണ്. ഇപ്പോൾ ഒച്ചം കളിച്ചു കൊടുക്കണം, ചെറിയ റിസ്ക്കെല്ലാം എടുക്കാം, ഒരു തെറ്റുമില്ല. നമുക്ക് 1 വെച്ച് 2 കിട്ടുമല്ലൊക്കെ പോയി ചാടാം. ഈ ഒരു മാസം വലിയ കുഴപ്പമില്ലാതെ അതിനൊക്കെ പോയി ചാടിയിട്ട് കാര്യങ്ങൾ നേരെയാക്കാൻ ശ്രമിക്കുക. അതുപോലെ ദമ്പതിമാർക്ക്, കപ്പിൾസിനൊക്കെ അനുകൂലമായ സമയമാണ്. ചെറിയ റിസ്ക്കെല്ലാം എടുക്കാം, ചെറിയ ഒരു യാത്രയൊക്കെ പോകാം, വേണമെങ്കിൽ ഒരു സാഹസിക യാത്രയും ആകാം. അല്ലെങ്കിൽ എന്താണ്, ഒരു കവിതാത്മകമായ യാത്രയിലേക്ക് അവർക്ക് പോകാം. അതൊക്കെ നല്ല അനുകൂലമായ സമയമാണ്. ഇപ്പോൾ അവരുടെ വഴക്കുകളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് ഒരുമിച്ച് കൂടാനൊക്കെ പറ്റിയ സമയമാണ്. അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്കും അനുകൂലമാണ്. പിന്നെ കലാകാരന്മാർക്ക് വളരെ അനുകൂലമായ സമയമാണ്. കലാകാരന്മാർ, കഥാകൃത്തുകൾ, മറ്റേ സാഹിത്യവുമായി ബന്ധപ്പെട്ട ആൾക്കാർ, പ്രാസംഗികർ, മകരിയൊക്കെ അതുമായി ബന്ധപ്പെട്ട് വരും. കവിത ചൊല്ലുന്നവർക്കെല്ലാം വളരെ ധൈര്യപൂർവ്വം അവരുടെ കഥാസമാഹാരങ്ങളോ അവരുടെ സാഹിത്യ സൃഷ്ടികളൊക്കെ എടുത്ത് മുമ്പോട്ട് വച്ചിട്ട് അതൊക്കെ വച്ച് അലക്കാവുന്ന ഒരു സമയമാണിത്. എല്ലാ രീതിയിലുള്ള ആൾക്കാർക്കും വളരെ അനുകൂലമാണ്. കുട്ടികൾക്കും വളരെ അനുകൂലമാണ്. മുതിർന്നവർക്ക് കുറച്ചൊക്കെ ഓവർ റിസ്ക് എടുക്കേണ്ട കാര്യം. അവർക്ക് എപ്പോഴായാലും പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ഓവറായ റിസ്ക്കുകൾ ചെറിയ റിസ്ക്കെല്ലാം എടുക്കാം. അപ്പോൾ ഞാനീ പറയുന്നത് മെയ് 15 തൊട്ട് ജൂൺ 14 വരെയുള്ള കാലഘട്ടം ഈ മീനൻ രാശി ജനിച്ചവർക്ക് വരാൻ പോകുന്ന 3-4 മാസത്തിനകത്ത് വരാൻ പോകുന്ന നല്ലൊരു കാലഘട്ടമാണ്. അത് മാക്സിമം തൊഴിൽ സംബന്ധം യൂട്ടിലൈസ് ചെയ്യുക എന്നാണ് പറയുന്നത്. കൂടാതെ തൊഴിൽ സംബന്ധമല്ല, എല്ലാ രീതിയിലും വളരെ ശുക്രൻ്റെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് കൂട്ടുകാരെയും എല്ലാം കിട്ടും. ഓവർ ആക്ട് ചെയ്തളയരുത്. വളരെ അനുകൂലമായിട്ട് നയപരമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് ചെയ്യാം. പൈസ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് എന്നോടെ മീനൻ രാശിയിൽ ജനിച്ചവർ വിചാരിക്കണം. അവർക്ക് പൈസ സ്വല്പപ്പെടുത്തുള്ള ആൾക്കാരാണ്. അങ്ങനെ മാത്രമല്ല, ജീവിതത്തിലെ അഭിലാഷങ്ങളും എൻജോയ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇനി ഞാൻ പറയാം, അടുത്ത മാസം 6-ാം തീയതി കറുത്തഭാവമാണ്. ചെറിയ അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ വരും. അത് ടെമ്പററി ആണെന്ന് മനസ്സിലാക്കിക്കോണം. ആർത്തവ സംബന്ധമായ അസുഖങ്ങളൊക്കെ കൂടും, മൈഗ്രെയിൻ കൂടും, തൈറോയ്ഡ് കൂടും, അതൊക്കെ ടെമ്പററിയാണ്. പാനിക് ആകേണ്ട ആവശ്യമില്ല. പിന്നെ പറയുന്ന കുറച്ച് നല്ല ദിവസങ്ങളാണ്. നിങ്ങൾക്ക് മുഹൂർത്തങ്ങൾക്കായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞ നല്ല ദിവസങ്ങളും കൂടെ ഞാൻ പറയുകയാണ്. നല്ല ദിവസങ്ങൾ ഇപ്പോൾ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കുന്ന കാര്യം ആലോചിക്കാനോ, വീടിൻ്റെ പ്ലാൻ സബ്മിറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സംബന്ധമായ ഒരു ക്ലയൻറ്റിനെ കാണാനൊക്കെ നല്ല ദിവസങ്ങളാണ്. മീനമാസം സംബന്ധിച്ചിടത്തോളം ഈ മാസം 15, 16, 17, 28, 15, 16, 17, 19, 25, 26, 27, 28 ഈ ദിവസങ്ങൾ അനുകൂലമാണ്. ഇതൊക്കെയാണ്
15, 16, 17, 19, 25, 26, 27, 28 ഇത്രയും ദിവസങ്ങൾക്ക് അനുകൂലമാണ്. അതേപോലെ അടുത്ത മാസം ജൂണിലാണെങ്കിൽ 1-ാം തീയതി 12, 1, 2, 12 ദിവസങ്ങൾ കൊള്ളാം. ഇനി ഞാൻ പറയുന്നത് പുറത്ത് കടം വീടാനുള്ള മുഹൂർത്തങ്ങളാണ്. അതിനെപ്പറ്റിയും വിശദമായി പറയുന്നില്ല. എൻ്റെ മുൻ വീഡിയോസിലൊക്കെ അതിനെപ്പറ്റി പറയുന്നുണ്ട്, അതുകൊണ്ട് പറയുന്നില്ല. ആ മുഹൂർത്തങ്ങൾ മാത്രം പറയാം. ഈ സമയത്ത് കടം വിടുകയാണ് നല്ല അനുകൂലമായ സമയമാണ്. കടം വിടുക എന്നാണ് ഈ പറയാനുള്ളത്. അതിനുള്ള മുഹൂർത്തങ്ങളുണ്ടെങ്കിൽ 18-ാം തീയതി ശനിയാഴ്ച രാവിലെ 10:30-നും 12 മണിക്കും മധ്യമുള്ള സമയം വളരെ അനുകൂലമാണ്. 18 ശനിയാഴ്ച രാവിലെ 10:30-നും 12 മണിക്കും മധ്യേ. 21-ാം തീയതി ചൊവ്വാഴ്ച 6:50-നും 8 മണിക്കും മധ്യേ വൈകിട്ടാണ്. 21-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 6:50-നും 8 മണിക്കും മധ്യേ. 23-ാം തീയതി വ്യാഴാഴ്ച 6:15-നും 7:30-നും മധ്യേ, അതും വൈകിട്ടാണ്. 25-ാം തീയതി ശനിയാഴ്ച രാവിലെ 10-നും 11:30-നും മധ്യമുള്ള സമയവും അനുകൂലമാണ്. 1-ാം തീയതി ശനിയാഴ്ച രാവിലെ 9:30-നും 11 മണിക്കും മധ്യേ വളരെ അനുകൂലമാണ്. 15-ാം തീയതി ശനിയാഴ്ച രാവിലെ 8:30-നും 10 മണിക്കും മധ്യമുള്ള സമയവും വളരെ അനുകൂലമാണ്. ഈ സമയങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക. വളരെ നന്നായിരിക്കട്ടെ. മെയ് രാശി മീനൻ രാശി ജനിച്ച എല്ലാ പേർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.